പ്രശസ്ത ഇസ്ലാമിക ചിന്തകൻ ഇബ്നു അറബിയുടെ ഫിലോസഫി ഡ്യൂൺ സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കേണ്ടി വരും. കാരണം ഡ്യൂൺ സിനിമയിൽ ഇബ്നു അറബി, ഹാഫിസ് ഉൾപ്പെടെയുള്ള പല മുസ്ലിം ചിന്തകന്മാരുടെയും ഫിലോസഫികളുണ്ട്. ഫ്രാങ്ക് ഹെർബർട്ട് എന്ന അമേരിക്കൻ എഴുത്തുകാരൻ ഉണ്ടാക്കിയെടുത്ത ഡ്യൂൺ എന്ന യൂണിവേഴ്സ് ആധുനിക സാഹിത്യത്തിലെ ഒരു അത്ഭുത സൃഷ്ടിയാണ്. ഡെന്നിസ് വില്ലനവ് ആ നോവലിനെ സിനിമയാക്കി. 2 പാർട്ടുകൾ ഇറങ്ങി മികച്ച അഭിപ്രായങ്ങൾ നേടി. 3-ാം പാർട്ട് ഈ വർഷം ഡിസംബർ 18-ന് റിലീസാകും. വെറുമൊരു സൈഫൈ സിനിമ സീരീസ് അല്ല ഡ്യൂൺ. മതം, ഫിലോസഫി, പരിസ്ഥിതി ശാസ്ത്രം, രാഷ്ട്രീയം തുടങ്ങി നിരവധി ഗൗരവമേറിയ വിഷയങ്ങൾ വളരെ ആഴത്തിൽ കൈകാര്യം ചെയ്യുന്ന സിനിമയാണ് ഡ്യൂൺ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡ്യൂണിലെ അറബ് ഇസ്ലാമിക സ്വാധീനങ്ങളെക്കുറിച്ചാണ്. വെൽക്കം ടു സിനിമോസഫി. 1960 മുതൽ 1980 വരെ ഫ്രാങ്ക് ഹെർബർട്ട് എഴുതിയ ശാസ്ത്ര നോവലുകളുടെ സീരീസാണ് ഡ്യൂൺ. 1965 പുറത്തിറങ്ങിയ ഈ സീരീസിലെ ആദ്യ നോവൽ സൈഫൈ സാഹിത്യത്തിലെ ഏറ്റവും വലിയ മാസ്റ്റർ പീസായി കണക്കാക്കപ്പെടുന്നു. മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്കൻ സംസ്കാരങ്ങൾ ആഴത്തിൽ പഠിച്ചാണ് ഫ്രാങ്ക് ഹെർബർട്ട് ഈ നോവൽ എഴുതി തുടങ്ങിയത്. അതിനാൽ തന്നെ ഇസ്ലാം, സൂഫിസം, ബുദ്ധിസം തുടങ്ങി നിരവധി മത ആത്മീയ ധാരകളുടെ സ്വാധീനം ഈ നോവലിൽ നമുക്ക് കാണാനാകും. നോവലിൽ നിന്ന് കാര്യമായ മാറ്റങ്ങൾ വരുത്താതെയാണ് വില്ലനവ് ഡ്യൂൺ എന്ന സിനിമയും അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അറാക്കിസ് എന്ന ഗ്രഹത്തെ കേന്ദ്രീകരിച്ചാണ് ഡ്യൂണിന്റെ പ്രധാന കഥ വികസിക്കുന്നത്. ഒരു മരുഭൂമി ഗ്രഹമാണ് അറാക്കിസ്. അറാക്കിസിന്റെ മണലിൽ സ്പൈസ് എന്നൊരു പദാർത്ഥം അടങ്ങിയിട്ടുണ്ട്. പ്രപഞ്ചത്തിലെ മുഴുവൻ സാമ്രാജ്യങ്ങളെയും നിയന്ത്രിക്കാൻ പ്രാപ്തിയുള്ളൊരു പദാർത്ഥമാണ് സ്പൈസ്. ഇന്നത്തെ പെട്രോളിനോട് സ്പൈസിനെ ചേർത്ത് വായിച്ചാൽ ഫ്രാങ്ക് ഹെർബർട്ട് ഉദ്ദേശിച്ച രാഷ്ട്രീയം നമുക്ക് മനസ്സിലാകും. അതിനെക്കുറിച്ച് ഡ്യൂണിന്റെ രാഷ്ട്രീയം പറയുന്നിടത്ത് വിശദമായി പറയാം. സ്പൈസിന്റെ നിയന്ത്രണം ആർക്കാണോ അവരുടെ കൈകളിലായിരിക്കും പ്രപഞ്ചത്തിന്റെ മുഴുവൻ നിയന്ത്രണവും എന്നതാണ് കഥയിലെ പ്രധാന ആശയം. ഈ സ്പൈസിന്റെ നിയന്ത്രണം കൈക്കലാക്കാൻ വിവിധ രാജ്യങ്ങൾ അഥവാ ഹൗസുകൾ നടത്തുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളാണ് സിനിമയുടെ ആകെത്തുക. എന്നാൽ അറാക്കിസ് ഗ്രാമത്തിൽ ഒരു തദ്ദേശീയ ജനവിഭാഗമുണ്ട്. ഫ്രമൻ എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഈ ജനതയെ അടിച്ചമർത്തിയാൽ മാത്രമേ അധിനിവേശ ശക്തികൾക്ക് അറാക്കിസിന്റെയും സ്പൈസിന്റെയും നിയന്ത്രണം പൂർണ്ണമായി പിടിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. നിരന്തര പീഡനങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും വിധേയമായി ദുരിതത്തിൽ കഴിയുന്ന ജനതയാണ് ഫ്രമൻ. തങ്ങളെ ഈ പീഡനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഒരു മഹദി അഥവാ രക്ഷകൻ വരുമെന്നാണ് അവരുടെ വിശ്വാസം. കൊളോണിയലിസം, മിഷിയ സങ്കല്പം തുടങ്ങിയ യഥാർത്ഥ ലോകത്തിലെ പല വിഷയങ്ങളും നോവലിൽ കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട് എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എണ്ണ പോലുള്ള പ്രകൃതി വിഭവങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി വൻകിട സാമ്രാജ്യങ്ങൾ നടത്തുന്ന അധിനിവേശങ്ങളുടെയും അവയോടൊപ്പമുള്ള ചൂഷണങ്ങളുടെയും കൃത്യമായ വിമർശനം നോവലിൽ ഉടനീളമുണ്ട്. അറാക്കിസിലേക്ക് പോൾ അട്രൈഡിസ് എന്നൊരു രാജകുമാരൻ എത്തുന്നതോടെയാണ് ഡ്യൂൺ 1-ാം ഭാഗം ആരംഭിക്കുന്നത്. അറാക്കിസിന്റെ മേൽ അധികാരമുള്ള ഹൗസ് ഓഫ് അട്രൈഡിസിലെ രാജകുമാരനാണ് പോൾ. എന്നാൽ അറാക്കിസിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കും നാടകീയ സംഭവങ്ങൾക്കുമൊടുവിൽ പോൾ അറാക്കിസ് ജനതയോടൊപ്പം ചേരുന്നു. അറാക്കിസ് ജനതയായ ഫ്രമൻ കാലങ്ങളായി ഒരാൾക്കു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, അവരുടെ രക്ഷകനായ മഹദിക്ക് വേണ്ടി. ലിസാനുൽ ഹൈബ് എന്നും അവൻ അറിയപ്പെടും. ഈ 2 പദങ്ങളും ഇസ്ലാമിക സംസ്കാരങ്ങളിൽ നിന്നാണ് ഫ്രാങ്ക് ഹെർബർട്ട് കടം കൊണ്ടിട്ടുള്ളത്. ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണ് മഹദി എന്നത്. ലോകം അവസാനിക്കുന്ന സമയമായാൽ ലോകത്തെ തിന്മകളിൽ നിന്നും അനീതികളിൽ നിന്നും രക്ഷിക്കാൻ വരുന്ന ക്യാരക്ടറാണ് മഹദി. ഇസ്ലാമിക വിശ്വാസപ്രകാരം പ്രവാചകനായി കണക്കാക്കപ്പെടുന്ന യേശുക്രിസ്തുവിന്റെയും മഹദിയുടെയും വരവുകൾ പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നതാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ഇസ്ലാമിലെ 2 പ്രധാന വിശ്വാസധാരകളായ സുന്നി, ഷിയ വിഭാഗങ്ങളിൽ ഒരുപോലെ മഹദിയെക്കുറിച്ചുള്ള വിശ്വാസമുണ്ടെങ്കിലും ഷിയ ഇസ്ലാമിലാണ് ഇത് ഏറ്റവും ശക്തമായി വേരൂന്നിയിട്ടുള്ളത്. ഷിയ വിശ്വാസപ്രകാരം അവരുടെ ലോകവീക്ഷണത്തിന്റെയും മതചരിത്രത്തിന്റെയും അടിസ്ഥാനം തന്നെ ഈ മഹദി എന്ന സങ്കല്പമാണ്. പ്രത്യേകിച്ച് 12 ഇമാമുമാരിൽ അഥവാ സ്പിരിച്വൽ ലീഡേഴ്സിൽ വിശ്വസിക്കുന്ന ഷിയ ഇസ്ലാമിലെ ഏറ്റവും വലിയ വിഭാഗമായ ഇത്ന അഷ്അരിയ എന്ന വിഭാഗം മഹദി വരുമെന്ന വിശ്വാസത്തിലാണ് നിലനിൽക്കുന്നത് തന്നെ. പ്രവാചകൻ മുഹമ്മദിന്റെ മരണശേഷം സമുദായത്തെ രാഷ്ട്രീയമായും ആത്മീയമായും നയിക്കാനുള്ള നേതൃത്വം അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയിലൂടെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്ന് അവർ വിശ്വസിക്കുന്നു. മുഹമ്മദിന്റെ കസിനായ അലി ഇബ്നു അബൂ താലിബിൽ തുടങ്ങി 12ാമത്തെ ഇമാമായ മുഹമ്മദ് ഇബ്നു ഹസനിൽ അവസാനിക്കുന്ന ഒരു പരമ്പരയാണിത്. ഈ 12ാമത്തെ ഇമാം മരിച്ചിട്ടില്ലെന്നാണ് ഷിയ വിശ്വാസം. ഈ ഇമാം ലോകാവസാന സമയത്ത് മാത്രമേ തിരികെ വരികയുള്ളൂ എന്നും അദ്ദേഹം വന്ന് ലോകത്ത് സമാധാനവും നീതിയും സ്ഥാപിക്കുമെന്നും ഷിയാക്കൾ വിശ്വസിക്കുന്നു. അതിനാൽ അദ്ദേഹം മുഹമ്മദ് അൽ മഹദി എന്നാണ് കൂടുതൽ അറിയപ്പെടുന്നത്. ഈ യഥാർത്ഥ ചരിത്രപരമായ ആശയത്തിൽ നിന്നാണ് ഹെർബർട്ട് ഡ്യൂണിലെ മഹദി എന്ന സങ്കല്പം രൂപപ്പെടുത്തിയത്. അറബി പദം തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചത് എന്നതും രസകരമായ സംഗതിയാണ്. മഹദി
മഹദി എന്നതിനു പുറമെ ഡ്യൂണിൽ പോളിനെ അഡ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന പേരാണ് ലിസാനുൽ ഖൈബ്. ഈ അറബി പ്രയോഗത്തിന് മറഞ്ഞിരിക്കുന്നവന്റെ നാവ് എന്നാണ് അർത്ഥം. ഇതിന് ഇസ്ലാമിക മിസ്റ്റിസിസമായ സൂഫിസവുമായി വലിയ ബന്ധമുണ്ട്. സൂഫിസത്തിൽ സാധാരണക്കാർക്ക് അപ്രാപ്യമായതും എന്നാൽ സൂഫികൾക്കും പ്രവാചകന്മാർക്കും മാത്രം ആക്സസ് ചെയ്യാൻ കഴിയുന്നതുമായ യാഥാർത്ഥ്യത്തിന്റെ മറഞ്ഞിരിക്കുന്ന വശങ്ങളെ സൂചിപ്പിക്കാൻ ഖൈബ് എന്ന പദം ഉപയോഗിക്കാറുണ്ട്. പ്രശസ്ത പേർഷ്യൻ സൂഫി കവിയായ ഹാഫിസിനെ ലിസാനുൽ ഖൈബ് എന്നാണ് വിളിച്ചിരുന്നത്. നോവലിൽ പോൾ ഫ്രമൻ ജനതയുടെ ഇടയിൽ ഒരു പ്രവാചകനെ പോലെ പ്രവർത്തിക്കുകയും ഭാവി കാണാനും മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ അറിയാനുമുള്ള കഴിവ് നേടുകയും ചെയ്യുന്നുണ്ട്. ലിസാനുൽ ഖൈബ് എന്നതിന് പുറത്തുനിന്നുള്ള ശബ്ദം എന്നും അർത്ഥമുണ്ട്. തങ്ങളുടെ രക്ഷകനായ മഹദി ഫ്രമൻ ജനതയുടെ ഇടയിൽ നിന്നല്ലാതെ പുറത്തുനിന്നും വരുന്ന തികച്ചും അപരിചിതനായ ഒരാളായിരിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. പോളും അറാക്കിസിന് പുറത്തുനിന്നും വന്ന ആളായതുകൊണ്ട് ഈ പേര് കൂടുതൽ അർത്ഥവത്താകുന്നു. സൂഫിസത്തിന്റെയും അറബി ഭാഷയുടെയും ഈ രണ്ട് അർത്ഥങ്ങളും നോവലിലും സിനിമയിലും കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഡ്യൂണിലെ ഏറ്റവും നിഗൂഢമായ ആശയങ്ങളിലൊന്നാണ് ആലം അൽ മിദാൽ. സൂഫി ചിന്തകനായ ഇബ്നു അറബിയുടെ ദർശനപ്രകാരം ഇത് ഭൗതിക ലോകത്തിനും ആത്മീയ ലോകത്തിനും ഇടയിലുള്ള ഒരു ബിംബലോകമാണ്. ഡ്യൂണിൽ വാട്ടർ ഓഫ് ലൈഫ് കുടിക്കുന്നതോടെ പോൾ ഈ ലോകത്തേക്ക് പ്രവേശിക്കുകയും കാലാതീതമായ അറിവ് നേടുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യന്റെ ആത്മാവിനെ സൂചിപ്പിക്കുന്ന റൂഹ്, അഹന്തയെ സൂചിപ്പിക്കുന്ന നഫ്സ് എന്നീ ഇസ്ലാമിക ആശയങ്ങളും കഥയിലുടനീളം ദർശിക്കാനാകും. ഹെർബർട്ട് സൃഷ്ടിച്ച ഫ്യൂച്ചറിൽ ഇന്നത്തെ മതങ്ങളെല്ലാം കൂടിച്ചേർന്ന് പുതിയ രൂപങ്ങൾ പ്രാപിക്കുന്നത് കാണാം. പഴയ ലോകത്തെ പ്രധാന മതങ്ങളുടെ ഒരു മിശ്രിതമായ ഓറഞ്ച് കാത്തലിക് ബൈബിളാണ് ഡ്യൂണിലെ ഔദ്യോഗിക മതഗ്രന്ഥം. നവ ക്രിസ്ത്യാനിറ്റി, ബുദ്ധിസ്ലാം, മഹായാന ക്രിസ്ത്യാനിറ്റി, സെൻ സുന്നി, കത്തോലിക്ക തുടങ്ങി നിരവധി മതങ്ങളെക്കുറിച്ച് ഹെർബർട്ട് ഡ്യൂൺ എന്ന നോവലിൽ പറയുന്നുണ്ട്. ഇന്നത്തെ മതങ്ങൾ സംഗമിച്ച് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന മതങ്ങളായാണ് ഇവയെ ഹെർബർട്ട് പരിചയപ്പെടുത്തുന്നത്. ഓറഞ്ച് കാത്തലിക് ബൈബിളിലെ ദൈവസങ്കല്പം ക്രിസ്ത്യാനിറ്റിയിലെ ത്രിത്വത്തോട് സാമ്യമുള്ളതും എന്നാൽ പുരുഷ സ്ത്രീ ഭേദമില്ലാത്തതുമാണ്. ബുദ്ധല്ല, ഗ്രേറ്റ് മദർ തുടങ്ങിയ വ്യത്യസ്ത പേരുകളിലാണ് ഇതിൽ ദൈവത്തെ വിളിക്കാൻ ഉപയോഗിക്കുന്നത്. സെൻ ബുദ്ധിസത്തിന്റെയും സുന്നി ഇസ്ലാമിന്റെയും സങ്കലനമായ സെൻ സുന്നി വിശ്വാസക്കാരായിരുന്നു ഫ്രമൻ ജനതയുടെ പൂർവികർ. ഫ്രമൻ ജനതയുടെ വിശുദ്ധ ഗ്രന്ഥം അറിയപ്പെടുന്നത് കിതാബ് അൽ ഇബാർ എന്നാണ്. ബുക്സ് ഓഫ് ലെസൺസ് എന്നാണ് ഇതിനർത്ഥം. ഈ പേര് ഫ്രാങ്ക് ഹെർബർട്ട് കണ്ടെത്തിയത് ചരിത്രകാരൻ ഇബ്നു ഖൽദൂന്റെ രചനകളിൽ നിന്നാണ്. പ്രശസ്ത ചരിത്രകാരൻ ഇബ്നു ഖൽദൂന്റെ കൃതിയുടെ അതേ പേരായ കിതാബ് അൽ ഇബാർ ആണ് ഫ്രമൻ ഗ്രന്ഥത്തിന് ഹെർബർട്ട് നൽകിയിരിക്കുന്നത്. നിർമ്മിത ബുദ്ധിയുടെ അപകടങ്ങളെക്കുറിച്ച് ദശാബ്ദങ്ങൾക്ക് മുമ്പേ ഹെർബർട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഡ്യൂൺ യൂണിവേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സംഭവമാണ് ബട്ട്ലേറിയൻ ജിഹാദ്. മനുഷ്യന്റെ മനസ്സിനെ പോലെ ചിന്തിക്കുന്ന യന്ത്രങ്ങൾ അഥവാ ഇന്നത്തെ AI മനുഷ്യർക്കെതിരെ തിരിയുന്നതും അവരെ തകർക്കാൻ മനുഷ്യൻ നടത്തുന്ന യുദ്ധവുമാണ് ബട്ട്ലേറിയൻ ജിഹാദ്. അവസാനം നിർമ്മിത ബുദ്ധിയെ മനുഷ്യൻ കീഴ്പ്പെടുത്തുകയും മനുഷ്യന്റെ മനസ്സിനെ പോലെ ചിന്തിക്കുന്ന ഒരു യന്ത്രവും ഇനി മുതൽ നിർമ്മിക്കാൻ പാടില്ല എന്ന് ഓറഞ്ച് കാത്തലിക് ബൈബിൾ കർശനമായി വിലക്കുകയും ചെയ്യുന്നു. 1960കളിലാണ് ഹെർബർട്ട് ഇതെല്ലാം എഴുതുന്നത് എന്ന് പ്രത്യേകം ഓർക്കണം. ഡ്യൂണിനെ കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട്. അതിന്റെ പൊളിറ്റിക്സിനെ കുറിച്ച് പ്രത്യേകിച്ചും അത് മറ്റൊരു വീഡിയോ ആയി ചെയ്യുന്നതാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും ഡ്യൂൺ എന്ന സിനിമയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.